ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ ഇതുവരെയായിട്ടും കേൾക്കാത്ത രീതിയിലുള്ള ഒരു ഹൊറർ മൂവി, ഇതുപോലൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കഥ നമുക്ക് കേട്ടു നോക്കിയാലോ. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഈ കഥ കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. എന്തായാലും ഒരു ഹൊറർ മൂവിയാണ്. കഥയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല, കഥയിലേക്ക് തന്നെ പോകാം. എന്താണ് ഇതിലെ ആ ഒരു ഹൊറർ എലമെന്റ്, അത് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. ഒന്ന് പേടിക്കാം. തയ്യാറാണെങ്കിൽ പോവുകയാണ് പ്രേതകഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. പിന്നെ മറക്കണ്ട, നമ്മുടെ രണ്ടാമത്തെ ചാനൽ, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട്. സോ നമ്മൾ ആരംഭിക്കുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നിറയെ മരങ്ങളുള്ള ഒരു വലിയ തോട്ടം അല്ലെങ്കിൽ ഒരു കാടാണോ അത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിലായിട്ട് ഒരു വീട് കാണിക്കുകയാണ്. അതുപോലെ തന്നെ ആ വീട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു വീടുണ്ട്. ഈ വീടിന്റെ മുന്നിൽ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിന്റെ ഡോറ് ഇപ്പൊ തുറന്നു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീടിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ആ വലിച്ചു കൊണ്ടുപോയതിന്റെ രക്തത്തിന്റെ ആ ഒരു പാടുകൾ വീടിന്റെ വരാന്തയിൽ കാണാനുണ്ട്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂയിസ്, അതുപോലെ തന്നെ അവന്റെ വൈഫായിട്ടുള്ള റേച്ചൽ, പിന്നെ കൂടെ കുട്ടികളുമുണ്ട്. മൂത്ത മകളായിട്ടുള്ള എലി, അതുപോലെ തന്നെ ഗേജ്. ഈ ലൂയിസിന് പുതിയൊരു ജോലി കിട്ടി. അതുകൊണ്ട് തന്നെ സ്ഥലം മാറി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ സിറ്റി ലൈഫ് ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ അവനത്ര താല്പര്യമില്ല. അതുപോലെ തന്നെ മൂത്ത മകളായിട്ടുള്ള എലിക്കും ഇതിനോട് വലിയ താല്പര്യമില്ല. അവൾക്കുള്ളിലൊരു ഭയമാണ്. ഇങ്ങനെ ഇടതോർന്ന ഈ കാടുകള്, ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ഭയം അവളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ടൗണിലേക്ക് ഇവർ എത്തുന്നുണ്ട്. മാത്രമല്ല ആ ടൗണിലൊന്നുമല്ല ഇവരുടെ താമസം. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു തോട്ടത്തിലാണ് അവർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു വീടുള്ളത്. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ. നല്ല അടിപൊളി വീടാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാറിൽ നിന്നും ഇവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ എലിയുടെ കയ്യിൽ ചാവി കൊടുത്തിട്ട് ലൂയിസ് പറയാണ്, മോളെ നീ തന്നെ പോയിട്ട് വാതിൽ ആദ്യം തുറക്ക്. അങ്ങനെ എലി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇവരുടെ വീടിന് മുന്നിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അതിലൂടെ ഒരു ട്രക്ക് ഒരൊറ്റ പോക്കാണ്, അതും ഭയങ്കര വേഗത്തിൽ. ഇവരൊക്കെ ആകെ പേടിച്ചുപോയി. എന്തായാലും 4 പേരും കൂടെ വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. കിടക്കാൻ നിൽക്കുന്ന സമയത്ത് റേച്ചൽ ലൂയിസിനോട് പറയുന്നുണ്ട്, എനിക്കറിയാടാ നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇപ്പൊ ലൂയിസ് പറയണ അതൊന്നും പ്രശ്നമില്ല, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ, നല്ലൊരു ജോബിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലൂയിസ് നേരെ ഒരു സ്കൂളിലേക്ക് ചെല്ലുകയാണ്. കാരണം അവിടെയാണ് അവന്റെ ജോലി. അതായത് ഒരു ഡോക്ടറാണ്. അപ്പൊ ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കലാണ് ഇപ്പൊ ലൂയിസിന് കിട്ടിയ ആ ഒരു ജോലി എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു സ്കൂളിലേക്ക് ലൂയിസ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ റേച്ചൽ, അതുപോലെ തന്നെ എലി, ഗേജ്, ഇവർ 3 പേരും ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇപ്പോൾ ഈ റേച്ചൽ അതുപോലെ തന്നെ എലി 2 പേരും കൂടിയിട്ട് അവരുടെ ആ ഒരു കാർഡിൽ ചില വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ലൈനായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ പോകുന്ന കുട്ടികളൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരു മാസ്കും ധരിച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെ രീതിയിലുള്ള മാസ്ക് ആണ്. അതിൽ തന്നെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു അർബാന ഉണ്ടായിരുന്നു. ഈ മണ്ണെല്ലാം തള്ളിക്കൊണ്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ. അതിൽ ഒരു ജീവിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. ഇവർ നേരെ ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുകയാണ്. കാടിന്റെ ഒരു ഭാഗത്തേക്കാണ് ഈ പിള്ളേർ അങ്ങനെ പോകുന്നത്. എന്തോ ഇതത്ര പന്തിയല്ല എന്ന് റേച്ചലിന് തോന്നിയിട്ട് മകളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ആ പോകുന്ന കുട്ടികളിൽ ഒരാൾ തിരിഞ്ഞു നോക്കുകയാണ് ഇവർ 2 പേരെ. വേഗം തന്നെ ഇപ്പോൾ റേച്ചൽ എലിയും വിളിച്ച് അവിടുന്ന് പോകുമ്പോൾ അവിടെ ഒരു വീട് കാണുകയാണ് കേട്ടോ. ആ വീടിന്റെ ജനൽ ഭാഗത്ത് നിന്നിട്ട് ഒരാൾ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്. എന്തായാലും ഇവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ നമ്മുടെ എലിക്ക് വല്ലാത്തൊരു സംശയം, എന്താണ് ആ പിള്ളേര് ആ കാട്ടിൽ പോയിട്ട് ചെയ്യുന്നത്, അത് കാണാം. അമ്മയോട് TV കാണുകയാണെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞുകൊണ്ട് അവള് നേരെ ആ ഒരു പിള്ളേർ എങ്ങോട്ടേക്കാണ് പോയത് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു പിള്ളേരും ആരും അവിടെ ഇല്ലായിരുന്നു. പകരം അവിടെ ഒരുപാട് കുഴിച്ചിട്ട്, അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതിന്റെ പാടുണ്ടല്ലോ, അത് അവള് കാണുകയാണ്. കുഴിച്ചിട്ടത് മനുഷ്യരിയൊന്നുമല്ല, ഇതുപോലെയുള്ള പൂച്ച, പട്ടി, പക്ഷികൾ, അതുപോലെയുള്ള പെറ്റ്സിനെ കുഴിച്ചിട്ട ഒരു പെറ്റ് സെമിത്തേരിയാണിത്. മാത്രമല്ല ഈ ഒരു സെമിത്തേരിയുടെ മുന്നിലായിട്ട് കുറെ മരങ്ങൾ കൂട്ടിയിട്ടതായിട്ട് അവൾ കാണുകയാണ്. അതായത് മറുഭാഗത്തേക്ക് ആരും പോവാതിരിക്കാൻ വേണ്ടി ഒരു മതില് കെട്ടിയതുപോലെ. എന്നാൽ ആശ്ചര്യം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എലി അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് പിറകിൽ നിന്നും അവൾ ആരും വിളിക്കുന്നുണ്ട്. ആ വിളി കൂടെ കേട്ട സമയത്ത് ഇവിടുത്തെ ആ ഒരു ആംബിയൻസും കൂടെ ആയപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോവാണ്. അവിടെ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ നേരെ ആ വിളിച്ച ആള് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാളാണ്. അവളുടെ മുറിയിൽ മണ്ണൊക്കെ വാരി തേച്ചു കൊടുക്കുകയാണ്. കുഴപ്പമില്ല കേട്ടോ മോളെ, ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വരാൻ നിൽക്കണ്ട. എന്റെ പേര് ജഡ് എന്നാണ്. നിങ്ങളുടെ വീടുണ്ടല്ലോ അതിന്റെ തൊട്ടപ്പുറത്തൊരു വീട് കണ്ടില്ലേ, അവിടെ താമസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം നമ്മുടെ ഈ ഒരു എലി ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഇതെന്താണ് ഇവിടെ? ഈ സമയത്ത് ഈ അങ്കിള്, അതായത് ജഡ് പറയണ, മോളെ ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സെമിത്തേരിയാണ്, ജീവികളെ മാത്രം കുഴിച്ചിടുന്ന ഒരു സെമിത്തേരി. എന്നാലും അവളുടെ ഉള്ളിലെ ഒരു എന്താ പറയുക ചോദ്യങ്ങൾ അതിപ്പോഴും ബാക്കിയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലം? ഇതേ സമയത്തിന് എലിയുടെ അമ്മയായിട്ടുള്ള റേച്ചൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ റേച്ചലിനെ നോക്കിയിട്ട് ഈ ഒരു ജഡ് പറയാണ്, ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്, അതുപോലെ തന്നെ മോളെ ഈ ഒരു ഭാഗത്തേക്കൊന്നും ഒറ്റയ്ക്ക് അങ്ങനെ വിടണ്ട കേട്ടോ. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഈ ജഡിനെയും പരിചയപ്പെട്ടിട്ട് റേച്ചൽ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രാത്രി ഇപ്പൊ ലൂയിസ്, അതായത് എലിയുടെ അച്ഛൻ വന്ന സമയത്ത് റേച്ചൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എലി വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ എന്താ കാര്യം എന്ന് ലൂയിസ് ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛാ, ഈ മൃഗങ്ങളുണ്ടല്ലോ അവറ്റകൾ നമ്മളെപ്പോലെയല്ലല്ലോ, എന്തുകൊണ്ട് അവരിങ്ങനെ പെട്ടെന്ന് ചത്തുപോകുന്നത്, എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇപ്പൊ ലൂയിസ് ഒരു ഡോക്ടറാണല്ലോ, സയന്റിഫിക്കലി അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മോളെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മെറ്റബോളിസം പോലെയല്ല അവരുടെ ആ ഒരു മെറ്റബോളിസം, അത് കുറച്ചുകൂടെ വേഗത്തിലാണ്. അതുകൊണ്ടാണ് അവർ വേഗം മരണപ്പെട്ടു പോകുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഓക്കെ ആവുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് എലി മറ്റൊരു ചോദ്യം ചോദിക്കാൻ
ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആന്റി എന്താ വേഗം മരണപ്പെട്ടു പോയത്, അതായത് റേച്ചലിന്റെ ചേട്ടത്തി എന്താ വേഗം മരണപ്പെട്ടു പോയത് എന്നാണ് എലി ചോദിച്ചത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ലൂയിസ് പറയണം, മോളെ വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോട്ടോ, കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ റേച്ചൽ, അതായത് എലിയുടെ അമ്മ, നേരെ റൂമിലേക്ക് പോവാണ്. ഈ റേച്ചലിന്റെ ചേട്ടത്തിയുണ്ട്, അവരുടെ ആ ഒരു ഫോട്ടോ നോക്കി വെക്കാണ്. ഒരു കുട്ടിയായിട്ട് വലിയ പ്രായമൊന്നുമില്ലാത്തൊരു ഫോട്ടോ ആണത്. അതുപോലെ തന്നെ റേച്ചലിന് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. കുട്ടിയായിരിക്കുന്ന റേച്ചൽ കയ്യിലൊരു പാത്രവുമായിട്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ചെല്ലുകയാണ്. ആ മുറിയിലായിട്ട് ഒരാൾ അങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ടാൽ കുറച്ചൊക്കെ വികൃതമായിട്ടുള്ള ഒരു രൂപമാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ലൂയിസ് അവളുടെ ഈ ഒരു ഇരിപ്പും പാവൊക്കെ കണ്ടപ്പോ ലൂയിസ് പറയണ, റേച്ചലെ നീ ആ ഒരു കാര്യം ഒഴിവാക്ക്, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കല്ലേ, എന്തിനാ വെറുതെ. അതല്ലേ ലൂയിസേ, എനിക്ക് നമ്മുടെ എലിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ്. അവൾ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഭയപ്പെടുന്നത്. ഇതേ സമയത്ത് ലൂയിസ് പറയാണ്, അവള് കുട്ടിയാണ്, കാര്യങ്ങൾ പറഞ്ഞ് പതിയെ മനസ്സിലാക്കിക്കാം. പക്ഷേ നിന്റെ കാര്യം എന്താണ്, നിന്റെ ചേച്ചിയെ കുറിച്ച് ആലോചിക്കാൻ നിൽക്കുന്നു. അനാവശ്യമായിട്ടുള്ള ഒരുപാടധികം ചിന്തകൾ. അതുകൊണ്ട് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് നീ നിന്നെ തന്നെയാണ്. എന്തായാലും രാത്രിയായി, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ലൂയിസ് നേരെ സ്കൂളിലേക്ക് പോകണം. അവിടെയാണല്ലോ ജോലി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റുഡന്റ് വന്നിട്ട് പറയാണ്, സാറേ ഓടിവാ, അവിടെ ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന്. അതായത് ഇടക്കിടക്ക് വളരെ വേഗത്തിൽ ഒരു ട്രക്കിൽ കൂടെ പോകുന്നില്ലേ, ആ ട്രക്ക് തട്ടിയിട്ട് ഒരു കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. വേഗം തന്നെ ആ ഒരു കുട്ടിയെ മെഡിക്കൽ സെക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആ ഒരു പയ്യന്റെ ഒരു ഭാഗം ചെതറി പോയിട്ടുണ്ട്, തലച്ചോറൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അവനാണെങ്കിലോ വേദന കൊണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ് പരമാവധി ആ ഒരു ചെറുക്കനെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും മരണപ്പെട്ടു പോവാണ്. ആ ചെറുക്കന്റെ പേര് വിക്ടർ പാസ്കൽ എന്നാണ്. അപ്പൊ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് ലൂയിസ് പതിയെ കൈ കഴുകാനായിട്ട് പോയപ്പോൾ മരണപ്പെടുന്ന സമയത്ത് ഈ വിക്ടറിന് എന്ത് രൂപമായിരുന്നു, ആ രൂപത്തിൽ തന്നെ ലൂയിസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഒരിക്കലും അത് തുറക്കാൻ നിങ്ങൾ നിൽക്കരുത്, അതായത് ആ ഒരു ആപത്തിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ എന്തോ ഒരു മെസ്സേജ് ലൂയിസിന് കൊടുക്കുകയാണ്. ലൂയിസ് ആകെ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ കാണാനില്ല, അതൊരു തോന്നലായിരുന്നു എന്ന് ലൂയിസിന് മനസ്സിലായി. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പൊ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്, എന്നാൽ സിഗ്നൽ വന്നിട്ടില്ലായിരുന്നു. അതായത് ഒരു ശ്രദ്ധയില്ലാതെ ആ ചെറുക്കൻ പറഞ്ഞ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത വന്നില്ല, ഒരു ഹാലൂസിനേഷൻ പോലെ. അത് തന്നെയാണ് ഇപ്പൊ ലൂയിസ് ചിന്തിക്കുന്നത്. മാത്രമല്ല ആ ഒരു ട്രക്കാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ പോക്കാണ്, ജസ്റ്റ് മിസ് എന്ന് പറയാം. എന്തായാലും ഇതിനുശേഷം വീട്ടിലേക്ക് വരികയാണ്. ഉള്ളിലിരിക്കുന്നില്ല, ലൂയിസ് പുറത്തേക്ക് വരികയാണ്. ആകെ ഒരു ടെൻഷനിലാണ്. എന്താ കാര്യം എന്ന് റേച്ചൽ വന്ന് ചോദിക്കുമ്പോൾ ഇന്ന് സ്കൂളിലുണ്ടായിരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ വിടുക, ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് ഇപ്പൊ റേച്ചൽ പോവാണ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ എലിയുണ്ടല്ലോ, അവളുടെ കയ്യിൽ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നേരെ അയൽവാസിയായിട്ടുള്ള ആ ഒരു ജഡ് അപ്പൂപ്പനുണ്ടല്ലോ, ഇയാളെ വിളിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. കുറെ നേരം ബെല്ലടിച്ച് നോക്കി, ഇയാൾ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ എലി വീടിന്റെ ഉള്ളിലേക്ക് പതിയെ കയറുകയാണ്. മാത്രമല്ല അവിടെ ടേബിളിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൽബംസ് കാണുന്നുണ്ട്. അവള് ചുമ്മാ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ തുറന്നു നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഗണ്ണും അതുപോലെ തന്നെ ബുള്ളറ്റ്സും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ അപ്പൂപ്പൻ ജഡ് വരികയാണ്. എന്താ മോളെ, കുരുത്തക്കേടാണോ? ചോദിക്കാതെയും പറയാതെയും ഇങ്ങനെ കയറി വരുന്നത് മോശമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എലി പറയാണ്, അത് പിന്നെ അങ്കിളെ, ഞാൻ ഈ ഒരു സ്വീറ്റ്സ് തരാൻ വേണ്ടി വന്നതാണ്, അങ്കിൾ ഇത് കഴിച്ചു എന്ന് പറയണം. അതുപോലെ തന്നെ അങ്കിളെ ഞാൻ ക്ഷണിക്കാനും കൂടി വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ട്, അങ്കിളിന് വേണ്ടിയിട്ടാണ്. വീട്ടിലപ്പോ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഞാനും ഉണ്ടാവും, പിന്നെ എന്റെ കുഞ്ഞനിയൻ കേജും ഉണ്ടാവും, പിന്നെ എന്റെ പ്രിയപ്പെട്ട പൂച്ചയുണ്ട് ചർച്ച്, അവനും ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ എലിയുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ജഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. മാത്രമല്ല ഈ എലി ചോദിക്കുകയാണ്, അങ്കിൾ ഈ ഫോട്ടോയിലുള്ളത് ആരാണ്? ഇപ്പോ ഈ ഒരു ജഡ് പറയാണ്, അതെന്റെ ഭാര്യയാണ്, അസുഖം കാരണം മരിച്ചുപോയതാണ്, 6 വർഷമായി. ശരി അങ്കിളെ, എന്തായാലും അങ്കിൾ വരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വീറ്റ്സും കൊടുത്ത് നമ്മുടെ എലി അവിടെ നിന്ന് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞു, ഇയാൾ അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എലി നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്ക് മുന്നിൽ വെച്ച് അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ഇത് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ അപ്പൂപ്പൻ ജഡിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നുകയാണ്. മാത്രമല്ല നമ്മുടെ എലിയുടെ ആ ഒരു പൂച്ചയുണ്ടല്ലോ ചർച്ച്, അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ അപ്പൂപ്പന്റെ മടിയിലിരിക്കുന്നുണ്ട്. അപ്പൂപ്പനുമായിട്ട് പെട്ടെന്ന് ഈ ഒരു പൂച്ച മിങ്കിളാവുകയാണ്. അത്ര പെട്ടെന്നൊന്നും ആരുമായിട്ട് മിങ്കിളാവാറില്ല. ചിലപ്പോൾ ഈ അങ്കിളിന് നമ്മുടെ എലിയെ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ആ ഒരു പൂച്ച ഇയാൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും, എന്തോ ആവട്ടെ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റേച്ചൽ ജഡിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് അത്യാവശ്യം ധാരണയല്ലേ? ഞങ്ങളുടെ തോട്ടമൊക്കെ ഏകദേശം എത്ര വരും? എന്നാൽ റേച്ചലിന് വേണ്ടിയിരുന്ന ഉത്തരം ആ ഒരു തോട്ടത്തിന്റെ അളവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ആ സ്ഥലം, അതായത് പെറ്റ് സെമിത്തേരി അവർ കണ്ടില്ലേ, അത് ഇവരുടെ സ്ഥലത്തിൽ പെടുമെന്നാണ്. അതേ ഉത്തരം തന്നെയാണ് ജഡും പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാണുന്ന ആ ഒരു പെറ്റ് സെമിത്തേരി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സ്ഥലത്തിൽ പെടുന്നതല്ല കേട്ടോ. ഓക്കെ, എന്തായാലും ജഡ് ഭക്ഷണം എല്ലാം കഴിച്ച് ഇവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ ലൂയിസിന് ഇപ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. ആ ഒരു മരണപ്പെട്ടു പോയ പയ്യനുണ്ടല്ലോ വിക്ടറിനെ ഇങ്ങനെ ആലോചിച്ചിട്ട്. അതുപോലെ ട്രക്ക് പോകുന്ന ആ ഒരു ശബ്ദം രാത്രിയായിട്ട് ഭയങ്കര വേഗത്തിൽ ഇതിങ്ങനെ പോകുന്നത്. ആ ശബ്ദം കേട്ട് ലൂയിസ് ചാടി എഴുന്നേൽക്കുകയാണ്. മാത്രമല്ല ജനലിന്റെ ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോൾ താഴെ ആ ഒരു കാട്ടിലായിട്ട് എന്തോ ഒരു രൂപത്തെ, ഒരു നിഴൽ രൂപത്തെ ഇവൻ കാണുന്നുണ്ട്. ആ രൂപം മറ്റാരും ആയിരുന്നില്ല, മരണപ്പെട്ടു പോയ ആ ഒരു പയ്യനുണ്ടല്ലോ വിക്ടർ, അവൻ തന്നെയായിരുന്നു. എന്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ ഒരു സ്വകാര്യം പോലെ ലൂയിസിന്റെ ചെവിയിലായിട്ട് ആരോ പറയുന്നതായിട്ടും അവന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന് ലൂയിസ് പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ റൂമിന്റെ പുറത്തേക്കല്ല എത്തിയിരിക്കുന്നത്, ആ കാട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവനാകെ അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ? ചിലപ്പോ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു തോന്നലായിരിക്കാം എന്നൊക്കെ കരുതിയിട്ട് അവൻ പയ്യെ മുന്നോട്ടേക്ക് അങ്ങനെ പോവുകയാണ്. അതേസമയത്ത് തന്നെ ആ ഒരു പയ്യനും മുന്നിലൂടെ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള മഞ്ഞും ഒരു മൂടപ്പെട്ട ഒരു അവസ്ഥ. അങ്ങനെ ആ ഒരു പെറ്റ് സെമിത്തേരിയുടെ അടുത്തേക്ക് ലൂയിസ് എത്തുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് മരങ്ങൾ അടുക്കി വെച്ചതുപോലെ, അതായത് മതില് പോലെ ഒരു സംവിധാനം ഇല്ലേ, ഇതിന്റെ മുകളിലേക്ക്
മുകളിലേക്ക് അവനിങ്ങനെ കയറാൻ വേണ്ടി നോക്കുകയാണ്. പെട്ടെന്ന് ഇതിന്റെ ഇടയിൽ നിന്നും ഒരു കൈ വന്നിട്ട് ഇവന്റെ കാലിന് പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൂയിസ് ചാടി എഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ എന്താ അവന്റെ മകനുണ്ടല്ലോ ഗേജ്, അവന്റെ പുറത്തിരുന്ന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റേച്ചൽ ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും കുടിക്കാനായിട്ട് പുതപ്പെല്ലാം മാറ്റി ഒന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ഇവന്റെ കാലില് ചളിപ്പാട് കാണുകയാണ്. അങ്ങനെ ചളിപ്പാട് കണ്ടപ്പോ ലൂയിസ് ആകെ ഞെട്ടിപ്പോയി. ഇപ്പൊ ഇത് സ്വപ്നമല്ലേ, സത്യമായിരുന്നോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കാര്യമൊന്നും ഭാര്യയോട് ഷെയർ ചെയ്യുന്നുമില്ല. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞു. ഇന്നൊരു ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം വിളിച്ചിട്ട് ഒരു ഹാലോവിൻ പാർട്ടി പോലെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോൾ ആ അയൽവാസിയായിട്ടുള്ള ജെഡ് ഒരു വല്ലാത്ത രീതിയിൽ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൂയിസ് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ പിള്ളേർ ഇങ്ങനെ നോക്കുന്നത്? പിള്ളേര് പേടിച്ചു പോയില്ലേ? ഇപ്പൊ ലൂയിസിനോട് ജെഡ് പറയാണ്, നീ എന്റെ കൂടെ നോവാ, ഒരു കാര്യം കാണിച്ചു തരാണ്ടത്. അങ്ങനെ ഇപ്പോ ജെഡ് ലൂയിസിനെയും കൂട്ടി റോഡരികിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂച്ചയുണ്ടല്ലോ ചർച്ച്, അവൻ വണ്ടി കയറി മരണപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. നിറയെ ചോരയായിട്ടുണ്ട്. മിക്കവാറും ഇത് ആ ഒരു ട്രക്ക് തട്ടിയിട്ട് തന്നെയായിരിക്കണം. ലൂയിസ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഇതെങ്ങാനും എലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇതേ സമയത്തിന് എലി അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛാ ഇതെന്താ അവിടെ നിൽക്കുന്നത്, വേഗം ഇങ്ങോട്ടേക്ക് വാന്ന് പറയുമ്പോൾ മോള് വേഗം അങ്ങോട്ട് പോയിക്കോ, അച്ഛൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവളെ ഈ ഒരു കാര്യം കാണിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു ലൂയിസ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജെഡിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇതൊന്ന് മാറ്റി വെക്ക്, നമുക്ക് രണ്ടുപേർക്കും രാത്രി പോയിട്ട് ഇതിനെ കുഴിച്ചിടാന്ന് പറയാണ്. ഇപ്പൊ ജെഡും പറയുന്നുണ്ട്, അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അങ്ങനെ പൂച്ച ചത്തുപോയ ആ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ എലിയോട് പറയുന്നില്ല. പക്ഷേ റേച്ചലിനോട് ഈ ഒരു കാര്യമൊക്കെ ലൂയിസ് പറയുമ്പോൾ റേച്ചൽ കിടന്ന് കരയാണ്. ഇപ്പൊ റേച്ചലിനോട് ലൂയിസ് ചോദിക്കണം, അല്ല നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ഇപ്പൊ റേച്ചൽ പറയാണ്, അത് മാത്രല്ലടാ, എന്റെ ചേച്ചി ഉണ്ടല്ലോ അവളുടെ കാര്യം കൂടെ ആലോചിക്കുമ്പോഴാണ് ഇപ്പൊ ലൂയിസ് ചോദിക്കുകയാണ്, നീ എന്ത് തന്നെ ചെയ്താലും എന്തൊക്കെ വിഷയം ഉണ്ടായാലും അതിനായിട്ട് എന്തിനാ റിലേറ്റ് ചെയ്യുന്നത്? അത് പിന്നെ ലൂയിസ്, അത് അങ്ങനെയാണ്. എന്റെ ചേച്ചിയെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ, അവർക്ക് എല്ല് സംബന്ധമായിട്ടുള്ള എന്തോ ഒരു അസുഖമായിരുന്നു. അതായത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വികൃതമായിട്ട് തോന്നും, പിള്ളേർക്കൊക്കെ പേടിയാവും. അതുകൊണ്ട് തന്നെ കുഞ്ഞായിരിക്കുന്ന റേച്ചല് ചേച്ചിയുടെ അടുത്തേക്ക് അങ്ങനെ പോവാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാവരും, അതായത് അച്ഛനും അമ്മയും ബാക്കിയുള്ള എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോവാണ്. അപ്പൊ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആ ഒരു ചുമതല അവൾക്കായിരുന്നു. പക്ഷെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ റൂമിലേക്ക് ഒരു കുഞ്ഞ് ലിഫ്റ്റ് ഉണ്ട്, അതിലേക്ക് അവൾ ആ ഒരു ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ലിഫ്റ്റ് മുകളിലേക്ക് പോയി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. അധികം വൈകിയില്ല, ഈ ഭക്ഷണത്തിന്റെ പാത്രവും കാര്യങ്ങളൊക്കെ താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ മടങ്ങി ഒടുങ്ങിയ ഒരു അവസ്ഥയിലായിട്ട് അവളുടെ ആ ഒരു ചേച്ചിയും ഭക്ഷണം എടുക്കാൻ നോക്കിയതിന്റെ പേര് ഇതിന്റെ ഉള്ളിലേക്ക് വീണ് ആ സ്പോട്ടിൽ തന്നെ അവൾ മരണപ്പെട്ടു പോയി. ഈ ഒരു കാര്യം നമ്മുടെ റേച്ചലിനെ വല്ലാതെ വേടയാടുന്നുണ്ട്. കാരണം അവള് കാരണമാണല്ലോ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ഭക്ഷണം നേരിട്ട് കൊണ്ടേ കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇതെല്ലാം പറഞ്ഞ് അവളെ വല്ലാതെ കരയുന്ന സമയത്ത് ലൂയിസ് അവളെ ഇപ്പൊ സമാധാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രിയായല്ലോ. ഇനിയിപ്പോ ആ ഒരു പൂച്ച ചർച്ചിന്റെ ആ ഒരു ബോഡി കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെഡിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജെഡ് ഇപ്പോ ഈ ഒരു ബോഡി എടുത്തുകൊണ്ട് നമ്മുടെ ലൂയിസിന്റെ കൂടെ പോവാണ് കേട്ടോ. അവര് നേരെ പെറ്റ് സെമിത്തേരിയിലേക്ക് എത്തുകയാണ്. പിന്നീട് ജെഡ് അവിടെ ഒരു സ്പോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടെന്ന് പറയാണ്. അങ്ങനെ ലൂയിസ് ആ ഒരു പൂച്ചയെ കുഴിച്ചിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എന്റെ മോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു പൂച്ചയെ, അവൾ അറിഞ്ഞാൽ വല്ലാതെ സങ്കടാവും എന്നൊക്കെ ഇങ്ങനെ ലൂയിസ് പറയുമ്പോൾ ഈ ജെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അതായത് അവന്റെ ചെവിയിലായിട്ട് ആരോ സ്വകാര്യം പറയുന്നത് പോലെ ആ ഒരു മരത്തിന്റെ മതിലുണ്ടല്ലോ ഇതിന്റെ അപ്പുറത്ത് നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ജെഡ് ചോദിക്കുകയാണ്, ലൂയിസെ നീ നിന്റെ മകൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനവിടെ കുഴിച്ചിടണ്ട, നീ എന്റെ കൂടെ വാന്ന് പറയാണ്. എന്തായാലും നിർബന്ധിച്ച് ജെഡ് ഇപ്പൊ ലൂയിസിനെ ആ ഒരു മരത്തിന്റെ മതിൽ പോലെ ഉണ്ടാക്കി വെച്ചില്ലേ ഇതിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ലൂയിസ് ചോദിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ കയറുന്നത്, നീ പിറകാലെ വാന്ന് പറയാണ്. അങ്ങനെ ആ ഒരു മരം താണ്ടി ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. എന്നിട്ട് ആ കാട്ടിലൂടെ വീണ്ടും മുന്നോട്ടേക്ക് അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരുപാട് മരങ്ങൾ കാണുന്നുണ്ട്. ഈ മരങ്ങളിലൊക്കെ ഒരു ചുരുളി പോലെയുള്ള ഒരു പ്രത്യേകതരം സിമ്പിൾസും കാണാനുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ വലിയ ആഴമൊന്നും ഇല്ലാത്ത ഒരു തോട് കാണുകയാണ്. ഈ തോട് കുറുകെ ഇവരങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ വെള്ളത്തിന്റെ അടിയിലായിട്ട് ഈ ലൂയിസ് ഒരു കാര്യം കാണുന്നില്ല. എന്നത് നമ്മളെ കാണിക്കാണ് ചില എല്ലിന്റെ കഷ്ണങ്ങൾ. എന്തായാലും തോടും താണ്ടി ഇവരപ്പുറത്തേക്ക് എത്തുകയാണ്. ഒരു ചെറിയ കുന്നിന്റെ ചെരിവ്, ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കയറിക്കൊണ്ട് നേരെ മുകളിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവരൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കുഴിച്ചിട്ടോ എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ലൂയിസിന് ഒരു പേടി, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ, ഞാൻ അവിടെ കുഴിച്ചിട്ടോട്ടെ, നീ ധൈര്യമായിട്ട് കുഴിച്ചിട്ടോന്ന് ഇപ്പൊ ഈ ജെഡ് പറയണം. അങ്ങനെ അവിടെ കുഴിച്ചിട്ടു. തിരിച്ചു പോകാൻ സമയത്ത് ലൂയിസിനോട് ജെഡ് പറയാണ്, നീ നിന്റെ മകൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിനക്ക് നല്ല ധൈര്യമുണ്ട്. എന്തായാലും കുഴിച്ചിടുന്ന ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും, അതായത് ഈ ഒരു ലൂയിസും ജെഡും കൂടെ അവിടെ നിന്ന് തിരിച്ചു പോകണം അവരുടേതായ ഒരു വീട്ടിലേക്ക്. പിറ്റേ ദിവസം രാവിലെ ലൂയിസും റേച്ചലും കൂടെ ഒരു തഞ്ചത്തിലും താളത്തിലും എലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവർ ചർച്ച് ഓടിപ്പോയി എന്ന് നുണ പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എലിയോട് പറയണം, മോളെ രാത്രി കഥ കടക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങോട്ട് ഓടിപ്പോയി, കാണുന്നില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു എലിക്ക് യാതൊരു റിയാക്ഷനും ഇല്ല. അപ്പൊ ഇത് കണ്ട് ഈ ലൂയിസും അതുപോലെ തന്നെ റേച്ചലും ഒന്ന് അമ്പരക്കാണ്. അതുപോലെ തന്നെ എലി പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾ എന്താ പറഞ്ഞ രാത്രി കാണാതായിരുന്നു, ഇന്ന് രാവിലെ കൂടെ അവർ ജനലിന്റെ അരിയിൽ അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ആകെ ഞെട്ടിപ്പോയ ലൂയിസ് നേരെ അവർ ജനലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചളി കാണുന്നുണ്ട്. പിന്നീട് എലി പറഞ്ഞതുപോലെ അവിടുത്തെ ആ ഒരു ഷെൽഫിലേക്ക് പോയി നോക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ആ ഒരു പൂച്ച, അതായത് ചർച്ച് ഉണ്ടായിരുന്നു. അവന്റെ ദേഹത്ത് വണ്ടി കയറിയതിന്റെ ആ ഒരു പാടോ കാര്യങ്ങളൊന്നുമില്ല. എല്ല് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ പ്രശ്നങ്ങളൊന്നുമില്ല. പകരം ആ സമയത്തുണ്ടായിരുന്ന രക്തം അവന്റെ ദേഹത്ത് ഇപ്പോഴും ഉണ്ട്. ഒന്നും മനസ്സിലാകെ ആകെ ഒരുമാതിരി അവസ്ഥയിലായി നമ്മുടെ ലൂയിസ് വേഗം ജെഡിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജെഡ് നിങ്ങൾ ഇന്നലെ എന്താ ചെയ്തത്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ ലൂയിസിനോട് ജെഡ് ഒരു കാര്യം പറയാണ്, എടോ നീ ഡോക്ടർ ആണെങ്കിലും സയന്റിസ്റ്റ് ആണെങ്കിലും എന്തൊക്കെയായാലും ഈ ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അത് നീ
നീ അക്സെപ്റ്റ് ചെയ്യ്, തൽക്കാലം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പറയാണ്. എന്നാൽ ലൂയിസിന് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ വെച്ച് തന്നെ എന്തോ ഒരു വലിയ സംഭവം, എന്തോ ഒരു വലിയ ആപത്തിന്റെ തുടക്കമാണിത്. ആ ഒരു ടെൻഷൻ അവന്റെ ഉള്ളിൽ വല്ലാതെ കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നെറ്റിൽ നന്നായിട്ട് ഒരുപാട് നേരം റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള പല റിപ്പോർട്ട്സ് ആണ് നെറ്റിൽ ഈ സ്ഥലത്തിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയത്തെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടി ഉണ്ടല്ലോ എലി, തിരിച്ചു വന്ന ഈ ചർച്ചിനെ നന്നായിട്ട് കുളിപ്പിച്ച് അവന്റെ രോമൊക്കെ ഒന്ന് വാരി കൊടുക്കാൻ നോക്കുമ്പോൾ രോമത്തിലൂടെ ചീർപ്പിന്റെ ആ ഒരു പല്ലുകൾ ഓടുന്നില്ല. രോമത്തിനൊക്കെ എന്തോ വല്ലാത്ത കട്ടി പോലെ, അത് പരസ്പരം ഒട്ടി നിൽക്കുന്നത് പോലെ. ഇതിന്റെ ഇടയിൽ ഈ ഒരു പൂച്ച ചർച്ച് അവളെ മാന്താണ്. അവളാകെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് അവനിങ്ങനെ വയലന്റ് ആയിട്ട് പെരുമാറുന്നത്. ഇതുവരെയായിട്ടും ഈ രീതിയിൽ അവൻ പെരുമാറിയിട്ടേ ഇല്ല. എന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൂയിസ് വേഗം തന്നെ അവളുടെ കയ്യിലും കാലിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവൾക്കാകെ പേടിയാവുകയാണ്. അച്ഛാ നമുക്ക് ഇവിടെ നിൽക്കണ്ട അച്ഛൻ, നമുക്ക് ഇവിടുന്ന് പോകാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ലൂയിസ് പറയണ മോളെ എല്ലാം ശരിയാവും, പയ്യെ പയ്യെ എല്ലാം ഓക്കെ ആവും, മോള് തൽക്കാലം ഉറങ്ങിക്കുമെന്ന് പറയാണ്. അതുപോലെ തന്നെ എലി പറയുന്നുണ്ട് എന്നാ പിന്നെ അച്ഛാ ഒരു ഡോറ് ക്ലോസ് ചെയ്തേക്ക്, ഇനി അവൻ ഈ റൂമിലേക്ക് ഇപ്പൊ കയറണ്ട, എനിക്ക് വല്ലാത്ത പേടിയാണ് അച്ഛാ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലൂയിസ് ഇപ്പോ വാതില് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ്. മാത്രമല്ല നേരെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇവരൊന്ന് റൊമാൻറ്റിക് ആകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഇവരൊരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. എന്താണെന്നല്ലേ, നേരത്തെ പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു പൂച്ച ചർച്ച് അവന്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ ഒരു ബിഹേവിയറിലൊക്കെ വല്ലാത്ത മാറ്റം. അവൻ ഈ കട്ടിലിരിക്കുകയാണ്. കയ്യിൽ ഒരു ജീവനുള്ള പക്ഷിയുണ്ട്. ജീവനോടെ തന്നെ അതിന്റെ പല ഭാഗങ്ങളും ഈ പൂച്ചങ്ങനെ തിന്നോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ നമ്മുടെ ലൂയിസിന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഇതിനെ തട്ടി മാറ്റുകയാണ്. ആ സമയത്ത് തന്നെ പൂച്ച അവന്റെ കൈക്കിട്ട് ഒരൊറ്റ മാന്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ആയപ്പോ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാണിച്ചു തരാടാന്നിട്ട് ഈ പൂച്ചയുടെ പിന്നാലെ ഓടുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇരുട്ട് റൂമിലേക്കാണ് ലൂയിസ് ഇപ്പൊ ചെന്ന് കയറിയത്. എന്നാൽ ആ റൂമിലേക്ക് കയറിയ സമയത്ത് അത് റൂമിന്റെ ഒരു അന്തരീക്ഷമായിട്ട് അവന് തോന്നില്ല. പകരം ഇതൊരു കാട് പോലെ അവന് തോന്നുകയാണ്. അതുപോലെ അവന്റെ ചെവിയിൽ ആരോ സ്വകാര്യം പറയുന്നത് പോലെ ഇനി അങ്ങോട്ടേക്ക് പോകണ്ട, രക്ഷപ്പെട്ടോ, വലിയ ആപത്താണ്. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം, നിന്റെ നാശം അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിന്റെ നാശം അത് തുടങ്ങാൻ വേണ്ടി പോവാണ്. ആകെ ഭയന്ന് വിറച്ചുപോയി ലൂയിസ് നോക്കുമ്പോൾ ഇപ്പൊ ആ കാടുള്ള സ്ഥലം മാറിയിട്ട് അതൊരു ഹൈവേ പോലെ ആവുകയാണ്. മാത്രമല്ല എപ്പോഴും അതിവേഗത്തിൽ പോകുന്ന ആ ഒരു ട്രക്ക് അവന് നേരെ വരികയാണ്. പെട്ടെന്ന് അവൻ ആ ഒരു ഹാലൂസിനേഷനിൽ നിന്ന് പുറത്തു വരികയാണ്. എന്നാൽ ലൂയിസിന് മാത്രമായിരുന്നില്ല ഇതുപോലെയുള്ള ഹാലൂസിനേഷൻ ഭാര്യയായിട്ടുള്ള റേച്ചലിനും ഉണ്ടായിരുന്നു. അവളും നോക്കുമ്പോൾ വീടിന്റെ മുകളിലൂടെ ആരോ നടക്കുന്നത് പോലെ, അതായത് അവളുടെ ചേച്ചി ഉറങ്ങാത്ത സമയത്ത് വീടിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു ടക് ടക് ശബ്ദം. ഇത് കേട്ട് റേച്ചൽ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ണാടിയുടെ ഷെൽഫ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് ആ കണ്ണാടിയുടെ ഡോർ അവൾ തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഷെൽഫിന്റെ ഉള്ളിലേക്ക് എന്തോന്ന് വന്ന് വീഴുകയാണ്. നോക്കുമ്പോൾ അവളുടെ ചേച്ചിയുടെ ആ രൂപമായിരുന്നു. അതായത് ചെറുപ്പത്തിൽ ലിഫ്റ്റിൽ വെച്ച് സംഭവിച്ചില്ലേ, അതുപോലെ തന്നെ. പേടിച്ച് കുറച്ച് റേച്ചൽ ഒരു പരിവായി. പക്ഷേ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, തോന്നലായിരുന്നു. രണ്ടുപേർക്കും പ്രത്യേക രീതിയിലുള്ള ഒരു ഹാലൂസിനേഷൻ. എന്തായാലും റേച്ചൽ വന്ന് ലൂയിസിന്റെ അടുത്ത് കരഞ്ഞോണ്ട് പറയാണ്, എനിക്കിവിടെ പറ്റുന്നില്ലടാ, നമുക്ക് ഇവിടെ നിന്ന് പോവാ എന്നൊക്കെ. എന്നിപ്പോ ലൂയിസ് പറയാണ്, അറിയാലോ നിന്റെ ഈ ഒരു ഭയം കാരണമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ, പ്രധാന കാരണം അതാണല്ലോ, നീ പേടിക്കല്ലേ, നമുക്കെല്ലാം ഓക്കെ ആക്കാം. ആദ്യം നമ്മുടെ നമ്മളുടെ ആ ഒരു ബർത്ത്ഡേ അല്ല വരാൻ പോകുന്നത്, എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാം, ഒരു ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഇവിടെ ആവട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം എല്ലാം കിട്ടും, നീ ഓക്കെ അല്ലേ, നമുക്ക് ശരിയാക്കാന്ന് പറയണം. അങ്ങനെ ബർത്ത്ഡേ വരാനിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെലിബ്രേഷൻ തന്നെ ഇവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ലൂയിസ് നമ്മുടെ എലി വരച്ചൊരു ചിത്രം കാണുന്നത്. ഒരു മനുഷ്യന്റെ തല, ആ തല പൊട്ടി ഒലിക്കുന്ന രക്തം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചെന്ന് ചോദിക്കുമ്പോൾ എലി പറയാണ്, അച്ഛാ ഇത് ഞാനല്ല വരച്ചത്, അവനാണ്, ഗേജാണ്. ഗേജോ? അവനെവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് ഗേജ് കരയുന്ന ഒച്ച കേൾക്കാണ്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഇവർ വേഗം ചെന്ന് നോക്കുമ്പോൾ അവിടെ തൊട്ടിലെ ഗേജ് കിടക്കുന്നുണ്ട്. അവന്റെ മുകളിലായിട്ട് ആ ഒരു പൂച്ച ഉണ്ടല്ലോ ചർച്ച്, അവൻ കയറി നിൽക്കുകയാണ്, ആക്രമിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഈ പൂച്ച മരിച്ചു പോയില്ലേ, പിന്നീട് കുഴിച്ചിട്ടതിന് ശേഷം ഇത് തിരിച്ചു വന്നില്ലേ, ഇതിന് ശേഷം ഈ പൂച്ചയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമാണ്, ഭയങ്കര അഗ്രസീവാണ് ഇപ്പോൾ. എന്തായാലും ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞപ്പോൾ ലൂയിസ് നേരെ പോവാണ് ജഡിന്റെ അടുത്തേക്ക്. നിങ്ങൾ എന്താണോ മനുഷ്യനെ ചെയ്തത്? എന്റെ കുടുംബത്തിൽ ഓൾറെഡി കുറെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ കൂടെ സമാധാനം കൂടെ പോയി കിട്ടി, നിങ്ങൾ എന്താടാ ചെയ്തത് എന്നിപ്പോ ജഡിനോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ജഡ് കാര്യങ്ങൾ പറയാണ്. എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ചത്തുപോയപ്പോൾ ഞാൻ അവിടെ കൊണ്ട് കുഴിച്ചിട്ടു, ഇതുപോലെ തിരിച്ചു വന്നു. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ആ നായി ഭയങ്കര അഗ്രസീവായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു പൂച്ച അത് വളരെ ക്യൂട്ടായിരുന്നു. അതിങ്ങനെ അഗ്രസീവായിട്ട് പെരുമാറുന്നത് ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല ലൂയിസ്. അതിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ഒരാളോ അല്ലെങ്കിൽ ഒരു ജീവിയോ മരണപ്പെട്ടാൽ അത് മരണപ്പെട്ടു തന്നെയാണ്, അതിനെ നമ്മൾ മാറ്റാൻ പാടില്ല. ഇതെല്ലാം കേട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ലൂയിസ് ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതായത് ചർച്ച്, ആ ഒരു പൂച്ച ശരിക്കും അത് ആ പോയ പൂച്ചയല്ലേ ഇപ്പോ, അതിനെ വിഷം കുത്തിവെച്ച് കൊല്ലാൻ തന്നെ ലൂയിസ് തീരുമാനിക്കുകയാണ്. എന്നാൽ അങ്ങനെ കുത്തി വെക്കാൻ നിൽക്കുന്ന സമയത്ത് ആ പൂച്ചയുടെ ക്യൂട്ടായിട്ടുള്ള ഒരു മുഖം കണ്ടപ്പോൾ അവനതിന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കൊല്ലാതെ പകരം മറ്റൊരു കാര്യം ചെയ്യാണ്, ഒരു കൂട്ടിലേക്ക് ഈ പൂച്ചയാക്കിയിട്ട് ഇവിടെ നിന്നല്ല കുറച്ചധികം ദൂരത്തേക്ക് തന്നെ ഈ പൂച്ചയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഒരു കാട്ടിലേക്ക് ഇതിനെ തുറന്നു വിടുകയാണ്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ എലിയുടെ ബർത്ത്ഡേ. എല്ലാവരും വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ എലിക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ, ഒരു ബുദ്ധിമുട്ട് മനസ്സിന്. എന്താണെന്ന് ലൂയിസ് ചോദിക്കുമ്പോൾ എലി പറയാണ്, അത് പിന്നെ ഞാൻ ചർച്ചിനധികം നോക്കാത്തോണ്ട് തോന്നുന്നു അവൻ എങ്ങോട്ട് ഓടിപ്പോയി, അവനിപ്പോ കാണുന്നില്ലല്ലോ. അയ്യേ, അതിനാണോ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അച്ഛൻ നല്ല അടിപൊളി
പാവ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പൂച്ചയുടെ പാവ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഏഞ്ചലിന്റെ ലുക്കുള്ളത് മാത്രമല്ല നല്ല ശബ്ദം ഉണ്ടാകും. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അവൾ ഹാപ്പി ആവാണ്. അതിന്റെ കൂടെ തന്നെ ഇവരെല്ലാവരും പാർട്ടിയിലേക്ക് വരികയാണ്. കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ചു അടിപൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലൂയിസ് പിള്ളേരെ എല്ലാവരും ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി കണ്ണ് കെട്ടി കളിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ പിള്ളേരൊക്കെ അവിടെ ഇവിടെയും പോയിട്ട് ഒളിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ കുട്ടിയായിട്ടുള്ള ഗേജ് നമ്മുടെ ലൂയിസ് കൊണ്ട് കളഞ്ഞ ആ ഒരു പൂച്ചയുണ്ടല്ലോ അത് റോട്ടിലൂടെ വരുന്നതായിട്ട് കാണുകയാണ്. ചെറിയ പിള്ളേരല്ലേ ആ പൂച്ച വന്നെന്ന് പറഞ്ഞിട്ട് പയ്യെ പയ്യെ ഈ ഗേജ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്? അതായത് പൂച്ച വരുന്ന കാര്യം കളീന്റെ ഇടയിൽ ഒളിച്ചിരുന്ന നമ്മുടെ എലി കാണുകയാണ്. അവള് നേരെ റോഡിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു പൂച്ച അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പൂച്ച അവളെ അതിലേക്ക് തന്നെ ആയിട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവളുടെ പിന്നാലെ മറ്റൊരു സാധനം വരുന്നുണ്ട്. ആ സ്പീഡിൽ പോകുന്ന ആ ഒരു ട്രക്ക് തന്നെ. എന്തായാലും ഇതേ സമയത്ത് ലൂയിസ് പിള്ളേരെ കാണാത്തതുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. അപ്പൊ അതാണ്ടേ നിൽക്കുന്നു നമ്മുടെ ചെറിയ ചെറുക്കൻ ഗേജ് ആ ഒരു റോഡ് സൈഡിലായിട്ട്. മാത്രമല്ല ആ ഒരു ട്രക്ക് വരുമ്പോൾ വല്ലാത്ത ശബ്ദം ഉണ്ടാവുമല്ലോ. ആ ശബ്ദം കേട്ട് അവന് ഓട്ടി ചെല്ലുകയാണ് അങ്ങോട്ടേക്ക്. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ നമ്മുടെ ഗേജിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ റോഡിൽ നമ്മുടെ എലിയുള്ള കാര്യം ലൂയിസ് അറിഞ്ഞില്ല. മാത്രമല്ല ആ പെൺകുട്ടി ആ ഒരു ട്രക്കിന്റെ ഇടയിൽ പെട്ടുപോവാണ്. പാവ ആ കുഞ്ഞ് നമ്മുടെ എലി മരണപ്പെട്ടു പോവാണ്. അത്രയും സന്തോഷത്തോടെ നിന്നിരുന്ന ദുഃഖം ഉണ്ടായിരുന്നെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഹാപ്പിയായി വന്നിരുന്ന ഈ ഒരു കുടുംബം ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ആ ഒരു പടുകുഴിയിലേക്ക് ചെന്ന് വീഴുകയാണ്. കാരണം സ്വന്തം കുഞ്ഞല്ലേ മരണപ്പെട്ടു പോയത്. കുറച്ച് സമയം കഴിയാണ്. എങ്ങനെയൊക്കെയോ നമ്മുടെ ലൂയിസും റേച്ചലും ഈ ഒരു വലിയ ദുരന്തത്തെ തരണം ചെയ്യുന്നുണ്ട്. അവൾ അടക്കം ചെയ്യാണ്. മാത്രമല്ല ലൂയിസ് ഇപ്പൊ ഈ ഒരു വീട്ടില് റേച്ചലിനെയും ചെറിയ മോനായിട്ടുള്ള ഗേജിനെയും നിർത്തുന്നില്ല. നിങ്ങൾ നിന്റെ അമ്മയുടെ വീട്ടിൽ പോയിക്കോ, കുറച്ച് ദിവസം അവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്. ഇപ്പൊ ഈ ഒരു വീട്ടില് ലൂയിസ് മാത്രമേ ഉള്ളൂ കേട്ടോ. രാത്രി ആയപ്പോൾ ലൂയിസ് നേരെ ജെഡിനെ കാണാൻ വേണ്ടി പോകണം. രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത് ജെഡ് നന്നായിട്ട് കരയാണ്. എടാ എനിക്ക് അബദ്ധം പറ്റി പോയടാ, എന്നോട് ഇതുവരെയായിട്ട് ഒരു കുഞ്ഞ് ഇതുപോലെ അടുത്തിട്ടില്ല. അതുകൊണ്ട് നിന്റെ കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് അതിന്റെ ആ ഒരു പൂച്ചയെ തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കടാ. അന്ന് ആ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇതൊക്കെ നടക്കുന്നത്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആകെ തകർന്നു പോയ ഈ വയസ്സായിട്ടുള്ള ജെഡ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ലൂയിസ് എന്താ പറയുക ചെയ്യുന്നത്? ഇയാൾ കുടിക്കാൻ പോകുന്ന അടുത്ത ഗ്ലാസ്സിലേക്ക് എന്തോ ഒരു മരുന്ന് ഒഴിക്കുകയാണ്. അധികം വൈകാതെ ഇയാളെ ബോധം കെട്ടി വീഴുന്നുണ്ട്. എന്തായിരിക്കും ലൂയിസ് ചെയ്യാൻ പോകുന്നത്? അത് തന്നെ മകളുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ സെമിത്തേരിയിലേക്ക് ചെന്നിട്ട് അത് കല്ലറയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്? ആ ഒരു പെറ്റ് സെമിത്തേരിയിലേക്ക്. അങ്ങനെ അതിലൂടെ നടക്കുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇലൂഷൻ വരാറില്ലേ? അതായത് ആ മരിച്ചുപോയ സ്റ്റുഡന്റ് വിക്ടർ പാസ്കൽ അവനിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഇത് അവസാനമാണ്. ഇതുകൂടെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിന് ഒരു രീതിയിലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ചെയ്യരുത് ചെയ്യരുത് എന്ന് ആ ഒരു ഇലൂഷൻ പറയുന്നുണ്ടെങ്കിലും ലൂയിസ് അത് കേൾക്കാതെ കാട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അമ്മയുടെ വീട്ടിലാണല്ലോ റേച്ചൽ, അതുപോലെ തന്നെ ചെറിയ മകനായിട്ടുള്ള ഗേജ്. ഈ ഗേജ് മുറിയിലിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് കണ്ട് പേടിച്ച് അമ്മയെ വിളിക്കുകയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ അവിടെ ഒരാള് വിക്ടർ പാസ്കൽ അവൻ നമ്മളോട് നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു എന്നിങ്ങനെ പറയുന്ന സമയത്ത് ശരിക്കും ഈ റേച്ചലിൽ ഞെട്ടിപ്പോവാണ്. വിക്ടർ പാസ്കൽ ആ ഒരു പേരെങ്ങനെയാണ് ഗേജിന് അറിയുന്നത്? അതൊന്ന് ലൂയിസിന്റെ സ്കൂളിൽ വെച്ച് മരണപ്പെട്ടു പോയ ആ ഒരു പയ്യനല്ലേ? ആകെ അത്ഭുതപ്പെട്ടു പോയ ഈ റേച്ചൽ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് തന്നെ ലൂയിസിനെ നോക്കുകയാണെങ്കിൽ അവൻ മകളുടെ ആ ഒരു ബോഡിയും എടുത്തുകൊണ്ട് ആ ഒരു ചെറിയ തോടും താണ്ടി ആ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ തന്നെ മകളുടെ ആ ഒരു ബോഡി കുഴിച്ചിടുകയാണ്. ആ സമയത്ത് പല സ്വകാര്യങ്ങളും അവന്റെ ചെവിയിൽ വന്നു പോകുന്നുണ്ട്. ഇത് ചെയ്യരുത് ചെയ്യരുത് എന്ന്. എന്നാൽ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവനത് ചെയ്യുകയാണ്. ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മലയുടെ മുകളിൽ ആ ഭാഗത്തായിട്ട് അവളെ കുഴിച്ചിട്ടുകൊണ്ട് അവൻ തിരിച്ചു വരികയാണ്. അങ്ങനെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഒരു ശബ്ദം ഇപ്പോൾ ഈ ലൂയിസ് കേൾക്കുകയാണ്. പുറത്തുപോയി നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് കയറി വന്ന ഒരു ചളിയുടെ കാൽപ്പാട് കാണുകയാണ്. നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൻ ആരോ ഒരാൾ വിളിക്കുകയാണ് അച്ഛാന്ന് പറഞ്ഞിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല മരണപ്പെട്ടു പോയ നമ്മുടെ എലി തന്നെയാണ്. ആദ്യം ഒന്ന് ഷോക്കായി പോയെങ്കിലും പിന്നെ ഈ ലൂയിസിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ആ ഒരു കോലം ഭാവം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ എലിയല്ല മറ്റെന്തോ ആണ്. എന്നാൽ ലൂയിസിന്റെ ഉള്ളിലും അതുപോലെ ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഇതൊന്നും പുറത്ത് കാട്ടാതെ ഒരു മകളെ പോലെ തന്നെ അവളെ കാണുകയാണ്. മാത്രമല്ല ഇപ്പൊ അവളിങ്ങനെ എന്താ അച്ഛൻ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഓർമ്മയില്ലാത്തതുപോലെ ലൂയിസിനോട് എലി സംസാരിക്കുമ്പോൾ എലിയോട് ലൂയിസ് പറയാണ് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, എല്ലാം ശരിയായിക്കോളും. മോളെന്തായാലും തിരിച്ചു വന്നല്ലോ. ഇപ്പൊ എലി ചോദിക്കുകയാണ് തിരിച്ചു വന്നു, എവിടുന്ന് വന്നു എന്ന്. എന്തായാലും ലൂയിസിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവളുടെ ദേഹത്ത് ആകെ ചളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാണ്. കുളിപ്പിക്കുകയാണ്. പക്ഷെ മുടി വാരുമ്പോൾ പണ്ട് നമ്മുടെ എലി ആ ഒരു പൂച്ചയെ മുടി വാരുന്ന സമയത്ത് എങ്ങനെയാണോ മുടി കുടുങ്ങിയിരുന്നത് അതുപോലെ തന്നെ അവളുടെ മുടിയിലൂടെ വാരാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മുടി ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഇതിന്റെ ഇടയിലായിട്ട് സ്റ്റിച്ച് കാണുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ അതിന്റെ ആ ഒരു സ്റ്റിച്ച്. എന്തായാലും നമ്മുടെ ലൂയിസ് ഷോക്കായി പോകുന്നുണ്ടെങ്കിൽ ഇതൊന്നും മകളോട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ രാത്രിയായി. ഇപ്പൊ നമ്മുടെ എലി കിടക്കാൻ നിൽക്കുമ്പോൾ അച്ഛനെ വിളിച്ച് ചോദിക്കണം അച്ഛ അമ്മ എവിടെ? അതുപോലെ തന്നെ അനിയൻ ഗേജ് രണ്ടുപേരും ഇവിടെ. അവര് വന്നോളും, മോളെ ഉറങ്ങിക്കോന്ന് പറയുമ്പോൾ ഇപ്പൊ എലി പറയാണ് അത് പിന്നെ അച്ഛ പോകില്ല, എനിക്ക് പേടിയാണ്, എന്റെ അടുത്ത് വന്ന് കിടക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂയിസിനും എന്തോ പോലെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുകയാണ് കേട്ടോ. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവളെ കാണാനില്ല. എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ എലിയെ കുഴിച്ചിടുന്ന സമയത്ത് അവൾക്ക് അണിയിപ്പിച്ച ഒരു വസ്ത്രം ഉണ്ടല്ലോ അത് ഇട്ടുകൊണ്ട് ഒരുമാതിരി ഒരു വല്ലാത്ത കോലത്തിൽ ദേഹത്ത് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് അഗ്രസീവായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന ലൂയിസിന് കാര്യം മനസ്സിലായി ഇത് അത്ര പന്തിയല്ല. അതുകൊണ്ട് തന്നെ അവളോട് നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ നിർത്തുന്നില്ല. വീണ്ടും വീണ്ടും ദേഷ്യത്തോട് കൂടിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. യെസ്, ആ പൂച്ചയുടെ അതേ സ്വഭാവം തന്നെ. ആദ്യം തുടക്കത്തിൽ കുറച്ച് നോർമൽ ആയിരുന്നെങ്കിലും പിന്നീട് ഇത് അഗ്രസീവായില്ലേ അതുപോലെ തന്നെ
നമ്മുടെ എലിയും അഗ്രസീവ് ആകാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ലൂയിസിന് ദേഷ്യം വരുന്നുണ്ട്, പേടിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റേച്ചലിനെ നോക്കുകയാണെങ്കിൽ അവൾ കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂയിസിനെ പരമാവധി വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലൂയിസ് ഫോൺ എടുക്കുന്നില്ല. മാത്രമല്ല കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് ബേക്കിലാണല്ലോ മകനായിട്ടുള്ള ഗേജിനെ ഇരുത്തിയിട്ടുള്ളത്. അവന്റെ തൊട്ട് അടുത്ത് തന്നെ ആ ഒരു വിക്ടർ പാസ്കൽ, ആ ഒരു ചെറുക്കന്റെ ഒരു ആത്മാവിന്റെ രൂപത്തെ ഇവള് കാണുന്നുണ്ട്. ഒക്കെ തോന്നലായിരിക്കും, കാരണം ഈ ഒരു റേച്ചലിന് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാറില്ലേ. എന്തായാലും റേച്ചൽ ഇപ്പോൾ അയൽവാസിയായിട്ടുള്ള ജെഡിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ എന്തായാലും പോയി നോക്കാൻ പോലെ. അങ്ങനെ ജെഡ് നേരെ ഈ ലൂയിസിന്റെ അടുത്തേക്ക്, അതായത് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ജെഡ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി പെട്ടെന്ന് എന്റെ ബോധം പോയല്ലോ, അതെന്തുകൊണ്ടാണ്? ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ലൂയിസിന്റെ വീടിന്റെ ആ ഒരു വാതിൽ തട്ടുകയാണ്. എന്നാൽ അവൻ വാതിൽ പൂർണ്ണമായിട്ടും തുറക്കുന്നില്ല. അതേ സമയത്ത് തന്നെ ഇവന്റെ കയ്യിൽ ചളിയും ബാക്കിയുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പൊ ലൂയിസ് ഈ ഒരു ജെഡിനോട് പറയാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പോയിട്ട് പിന്നെ വന്ന്. ഇപ്പൊ ഈ ഒരു ജെഡ് ഒരു കാര്യം ലൂയിസിനോട് പറയണേ, ലൂയിസ് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് തീർക്കാം, ഇനി വൈകിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ലൂയിസ്. ഒരു കുഴപ്പമില്ല, നിങ്ങളിപ്പോ വേഗം പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാളെ മനഃപൂർവ്വം പുറത്താക്കിയിട്ട് വാതിലെടുക്കുകയാണ്. എന്നാൽ നല്ല സംശയമുണ്ട് ഈ ജെഡിന് ഇവൻ ആ കാര്യം ചെയ്തിട്ടുണ്ടാവുന്നത്. അതിപ്പോ കൺഫേം ആവുകയാണ്. എങ്ങനെയെന്നല്ലേ, തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഭയത്തോട് കൂടിയിട്ട് ഈ ജെഡ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിനിടയിൽ മുകളിലെ റൂമിൽ നിന്നും ആ ഒരു ജനാലയിലൂടെ ഭയങ്കര രൂക്ഷമായിട്ട് ഒരാള് ഈ ജെഡിനെ നോക്കുന്നുണ്ട്. മറ്റാരുമല്ല, തിരിച്ചു വന്ന നമ്മുടെ എലിയുടെ ആ ഒരു ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന്റെ ഉള്ളിൽ എന്തായാലും നമ്മുടെ പാവ എലിയുടെ ആ ഒരു സോളോ ആത്മാവൊന്നും ആയിരിക്കില്ല. ഇതുകൂടെ കണ്ടപ്പോ ജെഡ് ആകെ ഭയന്ന് വിറച്ചു പോവാണ്. ഇയാളുടെ വീട്ടിലേക്ക് ഓടുകയാണ്. മാത്രമല്ല ഇയാൾ എടുത്തു വെച്ച ആ ഒരു ഗണ്ണ് ഇതിലേക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഭയങ്കര ജാഗരൂപനായിട്ട് ഇയാൾ വീടിന്റെ ചുറ്റും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു അറ്റാക്ക് ഇയാൾക്കെതിരെ ഇപ്പൊ ഉണ്ടാവുമെന്ന് ഇയാൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എലി ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ ഡോക്ടറാണല്ലോ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ ബ്ലേഡ് ഇത് ആ ഒരു ബോക്സിൽ നിന്ന് എടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ജെഡിനെ കാണിക്കുകയാണ്. ഇയാൾ എന്തൊക്കെയോ ഒച്ച കേട്ട് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പൂച്ചയായിരുന്നു. എന്ന് സമാധാനിച്ചിരിക്കുമ്പോൾ ഇയാളുടെ കാലിന്റെ നമ്മുടെ മടമ്പൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ മുകളിലായിട്ട് ഒരു ഞരമ്പുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ആ ഒരു സർജിക്കൽ ബ്ലേഡ് വന്ന് വീഴല്ല കുത്തി കയറ്റുകയാണ്. ഇയാൾ കിടന്ന് പെട്ടക്കാൻ തുടങ്ങി. കാരണം ഒരു മനുഷ്യന്റെ ഒരു ബാലൻസ് എന്ന് തന്നെ പറയുന്ന കാര്യമാണ് ആ ഒരു ഞരമ്പ് എന്ന് പറയുന്നത്. അതിനെ കട്ട് ചെയ്താൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാനോ വേണമെങ്കിൽ ജീവൻ തന്നെ പോയേക്കാം. എന്തായാലും നിലത്ത് വീണ് കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജെഡിന്റെ അടുത്തേക്ക് മുഖം മൂടി വെച്ച ആരും ഒരാൾ വരുന്നുണ്ട്. ഇതേ സമയത്തിന് ജെഡ് പറയുന്നുണ്ട്, അറിയാതെ പറ്റിപ്പോയതാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഒരു മുഖം മൂടി ആ ഒരാൾ മാറ്റിയാണ്. നോക്കുമ്പോൾ ആരാണ്? ഈ ജെഡിന്റെ തന്നെ മരണപ്പെട്ടു പോയ ഭാര്യയായിരുന്നു. ഈ ഭാര്യ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, എന്തിനാണ് ആ ഫാമിലി വെറുതെ ആ ഒരു ചതിയിൽ കൊണ്ടിട്ട് നീ പെടുത്തിയത്? ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലാന്ന് ജെഡ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ രൂപത്തിൽ വന്ന ആ രൂപം പറയാണ്, നിന്റെ ഭാര്യയുടെ ആത്മാവിനെ ഞാൻ ശരിക്കും നരകത്തിൽ കണ്ടടാ, നീയും പോയിക്കോടാ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് എന്തൊക്കെയോ ഈ ഭാര്യയുടെ രൂപത്തിൽ ഉണ്ടായിരുന്ന ആ രൂപം ഈ ജെഡിനെ ചെയ്യാണ്. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ ഒരു ജെഡിന്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടത് ഇയാളുടെ നായ ആയിരിക്കില്ല, ചിലപ്പോൾ മരണപ്പെട്ടു പോയ ഇയാളുടെ ഭാര്യ ആയിരിക്കും, പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ടാവുക ഈ രൂപമായിരിക്കും. എന്തായാലും ഇപ്പൊ നമ്മുടെ ലൂയിസിനെ കാണിക്കുകയാണ്. മകളെ കാണാത്തത് കൊണ്ട് തന്നെ അവളെ വിളിച്ചുകൊണ്ട് വീടിന്റെ ചുറ്റും അങ്ങനെ നടക്കുകയാണ്. പെട്ടെന്നാണ് വീട്ടിലേക്ക് മറ്റൊരു കൂട്ടർ വരുന്നത്. ആരായിരിക്കും? നമ്മുടെ റേച്ചലും അതുപോലെ തന്നെ ഗേജും. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഇതൊന്നും കാണിക്കാതെ അഭിനയിക്കുകയാണ്. നീ വന്നോ, സന്തോഷമായി, അതുപോലെ തന്നെ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെയും കൊഞ്ചിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അങ്ങോട്ടേക്ക് ആര് വരികയാണ്? നമ്മുടെ എലി വരികയാണ്. എലിയെ കണ്ട സമയത്ത് റേച്ചലിന്റെ ആ ഒരു ഫീലിംഗ് പറയണ്ടല്ലോ, മരിച്ചുപോയ ആ ഒരു കുട്ടി തിരിച്ചു വന്ന ഫീൽ. അവളാകെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവള്. അതുപോലെ തന്നെ ലൂയിസ് പറയാണ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, ഇത് നമ്മുടെ മകളാണ്, കെട്ടിപ്പിടിച്ചു എന്ന് പറയാണ്. ഇപ്പൊ എലി അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ റേച്ചൽ അവളിങ്ങനെ തൊടുന്നുണ്ടെങ്കിലും അവൾക്ക് ഫീൽ ആവുകയാണ് ഇത് അവളുടെ മകളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗേജിനെ എടുക്കുകയാണ്. എന്നിട്ട് അവൻ ഉറക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം മുകളിലേക്ക് പോകുന്നുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ലൂയിസും ചെല്ലുന്നുണ്ട്. ലൂയിസ് കാര്യങ്ങൾ മുഴുവനും പറയാണ്. ഇപ്പൊ നമ്മുടെ റേച്ചൽ പറയണം, നീ ചെയ്തത് വലിയ തെറ്റാണ്. ഒരു കാര്യം ഉറപ്പിച്ച ലൂയിസ്, തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ മകളല്ല കേട്ടോ. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു തോന്നൽ വരികയാണ്. അതായത് ഇവര് സംസാരിക്കുന്നത് ആരും ഒരാൾ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മകൾ എലിയെ തേടി ഇപ്പൊ ലൂയിസ് അങ്ങനെ നടക്കുകയാണ്. എന്നാൽ എലിയെ എവിടെ വിളിച്ചിട്ടും കാണാനില്ല കേട്ടോ. അവനിപ്പോ മെയിൻ ഡോർ തുറന്നുകൊണ്ട് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ആ വാതിൽ ലോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റേച്ചൽ മുകളിൽ ഒറ്റയ്ക്കാണല്ലോ. കൂടുതൽ മകനായിട്ടുള്ള ഗേജും ഉണ്ട്. ഇപ്പൊ ലൂയിസിന് പലതരം ചിന്തകള്, ചേച്ചിയുടെ ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരുമാതിരി ആയിട്ട് ഒരു വിധത്തിൽ അവൾ പോയിട്ട് ആ ഒരു ബെഡിൽ കിടക്കുകയാണ്. ഇതേ സമയത്ത് കട്ടിലിനടിയിൽ നിന്ന് വന്ന എലി കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. അത് വെച്ച് ഇപ്പോ ഈ ഒരു റേച്ചലിന്റെ വയറ്റിനിട്ട് ഒറ്റ കുത്തു കൊടുക്കുകയാണ് സൈഡിലേക്ക്. കൂടുതൽ പരിക്ക് വരുന്നതിന് മുന്നേ തന്നെ അവളെ തള്ളി മാറ്റിയിട്ട് നമ്മുടെ ഗേജിനെ എടുത്തുകൊണ്ട് അവൾ ഓടാൻ നോക്കുകയാണ്. ഇപ്പൊ കാലിൽ കയറി പിടിക്കുന്നുണ്ട്. ആ കാല് വെച്ച് എലിയുടെ തലക്കിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മകളല്ല എന്ന് റേച്ചലിന് പൂർണ്ണമായിട്ട് മനസ്സിലായി. പക്ഷെ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ വാതിലെല്ലാം ലോക്കാണ്. അതുപോലെ തന്നെ വീടിന്റെ മുകളിലേക്ക് ഓടുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആ ഒരു തന്ത്രപ്പാടിൽ എന്തൊക്കെയോ ചെയ്തു പോവാണ്. ഇതേ സമയത്ത് തന്നെ ലൂയിസ് നമ്മുടെ എലിയെ നോക്കിക്കൊണ്ട് ചുറ്റും നടക്കുന്നതിന്റെ ഇടയിൽ ആ അയൽവാസിയായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ ജെഡ്, ഇയാളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ശരിക്കും അവിടെ എത്തിയപ്പോൾ ലൂയിസ് നന്നായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. പ്രശ്നത്തിന്റെ സീരിയസ്നെസ് എത്രത്തോളാണെന്ന് ഇവിടെ വെച്ചാണ് ലൂയിസ് മനസ്സിലാകുന്നത്. എന്താണെന്നറിയോ, ജെഡ് അതിക്രൂരമായ രീതിയിൽ കുത്തി 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 കൊല്ലപ്പെട്ട രീതിയിൽ കാണുകയാണ്. ഞെട്ടിപ്പോയ ലൂയിസ് പ്രശ്നത്തിന്റെ കാര്യം ഗൗരവം മനസ്സിലാക്കി നേരെ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് തന്നെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു റേച്ചൽ എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും ഗേജിനെ രക്ഷപ്പെടുത്താനായിട്ട് മുകളിൽ അവർ ജനൽ തുറക്കുകയാണ്. അവനെ താഴേക്ക് ഇടാൻ വേണ്ടി നോക്കുകയാണ്. എന്ന് ഈ ശബ്ദമെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് ലൂയിസ് വരുന്നുണ്ട്. ലൂയിസ് പറയാണ് റേച്ചലെ അവന്റെ കയ്യിലേക്ക് ഇട്ടോ. അങ്ങനെ റേച്ചൽ കറക്റ്റായിട്ട് മകനെ താഴേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. സമാധാനായി അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ റേച്ചലിന്റെ പിന്നിലേക്ക് തന്നെ ഒരു കത്തി വന്ന് കയറുന്നുണ്ട്. ആരാ കയറ്റുന്നത്? എലി തന്നെ. എലി അല്ലോട്ടെ അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. എന്നിട്ട് ആ ഒരു കത്തി ഈ എലി പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുകൊണ്ട് റേച്ചൽ താഴെ വീഴുന്നുണ്ട്. അങ്ങനെ ചോര പോയിക്കൊണ്ട് അവൾ മരണത്തിന്റെ ഒരു തൊട്ടു മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ അവളുടെ അടുത്ത് വന്നിട്ട് എലി ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞാൻ മരണപ്പെട്ടു പോകാനും അതുപോലെ തന്നെ നിന്റെ ചേച്ചി മരണപ്പെട്ടു പോകാനും കാരണം നീ തന്നെയാണ്. നീ വിചാരിച്ചെങ്കിൽ ആ 2 ജീവനെ രക്ഷപ്പെടുത്തായിരുന്നു. എന്തായാലും മരിക്കുന്ന സമയത്ത് വേദനിച്ചുകൊണ്ട് തന്നെ റേച്ചൽ അവളെ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. ശരിയാണ് എല്ലാം എന്റെ ഭാഗത്തുള്ള ആ ഒരു തെറ്റാണ്. അധികം വൈകിയില്ല നമ്മുടെ റേച്ചൽ മരണത്തിലേക്ക് പതിയെ തെന്നി വീഴുകയാണ്. ഇതേ സമയത്ത് തന്നെ കുഞ്ഞിപ്പോ ലൂയിസിന്റെ കയ്യിലാണല്ലോ, അതായത് ഗേജിനെ വേഗം തന്നെ ഇവരുടെ കാറിന്റെ ഉള്ളിൽ കൊണ്ടേ ഇരുത്തുകയാണ്. എന്നിട്ട് എല്ലാം ലോക്ക് ചെയ്തിട്ട് ഗേജിനോട് പറയുന്നുണ്ട് അപ്പ വന്നാൽ മാത്രമേ മോനെ ഡോറ് തുറക്കാൻ പാടുള്ളൂ എന്ന്. ഇപ്പൊ അവനും തലയാട്ടുകയാണ്. ഇതിനുശേഷം ലൂയിസ് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ റേച്ചൽ ഒരുപാട് രക്തം പോയി. ഒരു കാരണവശാലും അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവളുടെ ആ ഒരു അവസാന നിമിഷത്തിലാണ് ഇപ്പൊ റേച്ചൽ ലൂയിസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാരണവശാലും എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്റെ ബോഡി നീ അവിടെ കൊണ്ട് കുഴിച്ചിടരുത് എന്ന്. ഇപ്പൊ ലൂയിസ് കരഞ്ഞുകൊണ്ട് തന്നെ അവളെങ്ങനെ പിടിക്കുമ്പോൾ ലൂയിസിന്റെ തലയ്ക്ക് എന്തോന്ന് വെച്ച് ആരോ അടിക്കുകയാണ്. അവന്റെ ബോധം പോയി. അടിച്ചത് ആരായിരിക്കും? മറ്റാരുമല്ല, എലിയുടെ രൂപത്തിൽ വന്ന ആ ഒരു ചെകുത്താൻ തന്നെ. ഇതിനുശേഷം ഈ ചെകുത്താൻ എന്താ പറയുക ചെയ്യുന്നത്, അതായത് എലിയുടെ രൂപത്തിലുള്ള ആ ഒരു ചെകുത്താന് റേച്ചലിന്റെ ആ ഒരു ബോഡിയുമായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ പോവാണ്. എങ്ങോട്ടേക്ക്? ആ ഒരു പെറ്റ് സെമിത്തേരിയിലേക്ക്. ഇതേ സമയത്ത് തന്നെ ബോധം വന്ന ലൂയിസ് വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി വരികയാണ്. കാറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ പയ്യൻ ഗേജ് ഉണ്ട്. ഇതിനുശേഷം നേരെ ഓടി പോകുന്നത് ആ ഒരു സെമിത്തേരിയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എലി ഓടുന്നതായിട്ടുള്ള ആ ഒരു ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഉറക്കനെ തന്നെ ലൂയിസ് വിളിച്ച് പറയാണ് മോളെ എലി, നീ എന്താ ഇങ്ങനെയൊക്കെ? നീ ഒരു നല്ല കുട്ടിയല്ലേടി, നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതൊരു മനുഷ്യനല്ല, തന്റെ മകളല്ല, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും സ്വന്തം മകളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ലൂയിസ് അതിനോട് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ എലിയുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസ് അങ്ങനെ വരുന്നുണ്ട്. ആദ്യം നീ എന്നെ കൊണ്ടേ കുഴിച്ചിട്ടു, പിന്നീട് നിന്റെ ഭാര്യ, എല്ലാം കൂടിയായിട്ട് എന്തൊക്കെയാണ് നീ ചെയ്തു വെച്ചത്? ഇതൊന്നും ഒരു തിരിച്ചുപോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇരുട്ടത്തുണ്ടായിരുന്ന എലിയുടെ ആ ഒരു രൂപം ഇവന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. അവൻ ആക്രമിക്കാനും കൊല്ലാനൊക്കെ നോക്കുകയാണ്. അവസാനം ക്ഷമിച്ച് ലൂയിസ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുകയാണ്. അവസാനം അവളെ ചവിട്ടി താഴിടുകയാണ്. മാത്രമല്ല അത് തന്റെ മകളല്ല എന്ന് മനസ്സിൽ പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു ചിന്ത വരുത്തിയിട്ട് കയ്യിലേക്ക് ഒരു ഷവൽ എടുക്കുന്നുണ്ട്. മണ്ണെല്ലാം കോര ഉപയോഗിക്കുന്ന ആ ഒരു കോരി ഉണ്ടല്ലോ, അത് തന്നെ. എന്നിട്ട് അവളുടെ കഴുത്തിന്റെ ഭാഗത്തേക്ക് ഇത് വെച്ച് കുത്താൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പിന്നിൽ നിന്നും ഒരു കട്ടപ്പാര വന്നിട്ട് ലൂയിസിന്റെ നെഞ്ചിലൂടെ കയറുകയാണ്. നോക്കുമ്പോൾ ആരാണ്? റേച്ചൽ തന്നെ. അതായത് മരണപ്പെട്ടു പോയ റേച്ചലിന്റെ ആ ഒരു ബോഡിയെ നേരത്തെ തന്നെ കൊണ്ടുപോയിട്ട് എലി ആ ഒരു മലയുടെ മുകളിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ശരീരം തിരിച്ചു വന്നിരിക്കുകയാണ്. ഉള്ളിൽ മറ്റേതോ ഒരു ശക്തിയാണ്. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കാണിക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞു ഒരു വീട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു വീട് തന്നെ. ആ വീട് മറ്റാരുടേതുമല്ല, നമ്മുടെ അപ്പാപ്പനായിട്ടുള്ള ജഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു വീട് തന്നെയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഗേജ് ഇരിക്കുന്ന ആ ഒരു കാറില്ലേ, അത് കാണിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് ഗേജ് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ 3 ആൾക്കാർ, അവന്റെ അച്ഛനായിട്ടുള്ള ലൂയിസ്, റേച്ചൽ, എലി, 3 പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ലൂയിസിന്റെ കയ്യിൽ ഒരു പെട്രോൾ ക്യാനും ഉണ്ടായിരുന്നു. മാത്രമല്ല കാറിന്റെ ആ ഒരു ബോണറ്റിലേക്ക് ഇവരുടെ പൂച്ചയുണ്ടല്ലോ, ചർച്ച്, അവനും വന്ന് നിൽക്കുകയാണ്. എന്തായാലും ലൂയിസിന്റെ കയ്യിലെ ആ ഒരു പെട്രോൾ ക്യാൻ കണ്ടില്ലേ, തീർച്ചയായിട്ടും ജഡിന്റെ വീടിന് തീ വെച്ചത് അവൻ തന്നെയാണ്. പിന്നെ അച്ഛൻ വന്ന് പറഞ്ഞ വാതിൽ തുറക്കണം എന്നാണല്ലോ ഗേജിനോട് പറഞ്ഞിട്ടുള്ളത്. അവൻ എന്തായാലും ഡോർ തുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഈ വന്നിരിക്കുന്ന 4 പേരും അവർ യഥാർത്ഥത്തിലല്ല, മരണപ്പെട്ടു പോയ ആൾക്കാരാണ്, കുഴിച്ചിട്ടതിലൂടെ തിരിച്ചു വന്ന ആൾക്കാരാണ്. എന്തായാലും ഇപ്പൊ ജീവനോട് മനുഷ്യനായിട്ട് ബാക്കിയുള്ളത് നമ്മുടെ ആ ഒരു ചെറിയ ചെറുക്കനുണ്ടല്ലോ ഗേജ്, അവൻ മാത്രമാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് ഈ ക്ലൈമാക്സ് മാത്രമല്ല, മറ്റൊരു ക്ലൈമാക്സ് കൂടെ ഉണ്ട്. അതെന്താണെന്നല്ലേ, അതായത് ചില സിനിമകൾ തിയേറ്ററിൽ വന്നിട്ട് ഒരു ക്ലൈമാക്സ് ആണെങ്കിലും ചിലപ്പോൾ അത് എന്താ പറയാ ചാനലുകളിലോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ വരികയാണെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്ലൈമാക്സ് കൂടെ ഉണ്ടാവും. സോ ഈ ഒരു കഥയ്ക്കും 2 ക്ലൈമാക്സ് ഉണ്ട്. ഒരു ക്ലൈമാക്സ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലൈമാക്സ്, അതായത് നമ്മുടെ ലൂയിസ് ഈ ഒരു എലിയുടെ ആ ഒരു ശരീരത്തെ അറുത്തു മുറിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ ഷവല് വെച്ചിട്ട്. എന്നാൽ അതേ സമയത്തിന് അവളുടെ രൂപം യഥാർത്ഥത്തിലുള്ള ആ പാവ എലിയുടെ രൂപത്തിലേക്ക് വരികയാണ്. അച്ഛൻ എന്നെ കൊല്ലരുത് കേട്ടോ, ഞാൻ അച്ഛന്റെ മോളല്ലേ. ഇതൊന്നും കേട്ട് നമ്മുടെ ഈ ഒരു ലൂയിസ് തളരുന്നില്ല, കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് പഴയ രൂപത്തിലേക്ക് വന്ന അവള് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പൊ കൊന്നുകളയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി പൂർണ്ണമായിട്ടും നശിക്കും, ഇല്ലാതെയാവും, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനുമായിട്ട് നിങ്ങളൊരു ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കിട്ടും. അതായത് ഈ ഒരു ക്ലൈമാക്സിൽ എലി റേച്ചലിന്റെ ആ ഒരു ബോഡിയെ കുഴിച്ചിട്ടിട്ടില്ല. അപ്പൊ അത് കുഴിച്ചിടാൻ സഹായിക്കുകയാണെങ്കിൽ ഞാനും, അതായത് മകളായിട്ടും ഭാര്യയായിട്ടും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഡീലിന് ഇപ്പൊ ലൂയിസ് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് തന്നെ ഓക്കെ പറയാണ്. മാത്രമല്ല ഇവർ 2 പേരും കൂടിയിട്ട് റേച്ചലിനെ അവിടെ കൊണ്ടിട്ട് കുഴിച്ചു മൂടുകയാണ്. പിന്നീട് തിരിച്ചു വരുന്നുണ്ട് 2 ആത്മാക്കളും അതുപോലെ തന്നെ ജീവനുള്ള നമ്മുടെ ഈ ഒരു ലൂയിസും കൂടെ. എന്നിട്ട് നേരെ മകന്റെ അടുത്തേക്ക് വരികയാണ്. മകനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് മകനെയും മടിയിൽ വെച്ച് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ ബേഗിലേക്ക് 2 ആൾക്കാർ വന്നു നിൽക്കുന്നുണ്ട്. മകളായിട്ടുള്ള എലി അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള റേച്ചൽ. ആ 2 പേരും മറ്റെന്തോ ഒരു ശക്തിയാണ്. പിന്നെ മനുഷ്യനായിട്ടുള്ളത് ഈ ലൂയിസും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഗേജും മാത്രമാണ്.
ഒട്ടും താല്പര്യമില്ലാതെ മകന്റെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ലൂയിസ് ഈ ഒരു ഡീലിന് ഓക്കെ പറയുന്നത്. ഈ ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ക്ലൈമാക്സും തീരുന്നത്. എങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതുപോലെ തന്നെ ഈ സംഭവം എല്ലാം ഈ ഒരു പെറ്റ് സെമിത്തേരിയിൽ നടക്കുന്നതിന് മുന്നേ ആയിട്ട് മറ്റൊരു കഥ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ടാർഗറ്റ് എത്രയാണ്? 10,000 ലൈക്ക്. അതുപോലെ തന്നെ ഒരു 1500 കമന്റും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കഥയ്ക്ക് മുന്നേ നടന്ന കഥയും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. അപ്പൊ എന്തായാലും ഈ കഥ ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.